നമ്മളിരിക്കും. പ്രഭാത സമയം നാം എല്ലാവരും വളരെ തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ആണ്. രാത്രി 8 മണിക്കൂറോ 10 മണിക്കൂറോ സമയം ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതെയുള്ള ദീർഘസമയത്തിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതെ ജോലിക്ക് പോകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. ബാദിറു ബിൽ ഫുതൂർ, ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആക്കണം. രാവിലെ 7 മണി 7:30 സമയത്തിനുള്ളിലായിട്ട് അത് ചെയ്യണം. ഇത് നോമ്പിൻ്റെ മാതൃകയിൽ നോമ്പിനതാണ് പഠിപ്പിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റാൽ യുസന്നു അൽ ബിദാറു, വാങ്ക് കൊടുത്താൽ അഥവാ ഉറൂബായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കലാണ് സുന്നത്ത്. അത് ഈ ആരോഗ്യ പരിശീലനമാണത്. അപ്പോൾ രാവിലെ കൊടുക്കുന്ന ഭക്ഷണമാണ് തലച്ചോറിന് ആരോഗ്യം നൽകുന്നത്, എനർജി നൽകുന്നത്. ബ്രെയിനിൻ്റെ സെൽസ് നല്ല പവർഫുള്ളായി മാറുമ്പോഴേ ഒരു ദിവസം പൂർണ്ണമായും ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. അതിന് ശേഷമുള്ള ഭക്ഷണങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അത് ഫ്രൂട്ട്സും അതുപോലെ എഗ്ഗ്, ബട്ടർ പോലുള്ള ഫാറ്റുകളും മിൽക്കും ഹണിയും മറ്റും ചേർന്നുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉത്തമം. നമ്മൾ സാധാരണ സൗത്ത് ഇന്ത്യൻ ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ്, കോണ്ടിനെൻ്റൽ, മെഡിറ്ററേനിയൻ, ചൈനീസ് എന്നൊക്കെ പറയുമ്പോഴും ഈ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നതും മലബാരി എന്ന് പറയുന്നതും വേറെയാണ്. മലബാരി ഫുഡിലെ നൈസ് പത്രി, പുട്ട് പോലുള്ള സാധനങ്ങൾ, എണ്ണയില്ല, അത് വളരെ ഉപ്പ് വളരെ കുറച്ച്, അതുപോലെ നെല്ല് കുത്തരിയുടെ ചോറ്, മത്തിക്കറി എന്നൊക്കെ പറയുന്ന വളരെ വിശിഷ്ടമായ വിഭവങ്ങൾ ലോകത്ത് മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നിലത്തിരുന്ന് കഴിക്കുന്നു. ആ ഇരുത്തം തന്നെ ഈയൊരു ഇരുത്തം ഇങ്ങനെയുള്ളൊരിരുത്തം, കൈകുത്താതെ എവിടെയും വയ്ക്കാതെ അങ്ങനെ കഴിക്കുന്നത്, അതൊരു വളരെ ഒരു ഐഡിയൽ രീതിയാണ്. ഇനി ഒരു കാലം മടക്കി വെച്ച് ഇരിക്കുന്ന രീതിയും അതൊരു സുന്നിയ രീതിയാണ്. അപ്പോൾ കൈയും എവിടെയും വളരെ ഫ്രീ ആയിരിക്കുന്നത്, കൈ സ്റ്റാൻഡിൽ കൊടുക്കാൻ പാടില്ല. ഇനി കുറച്ചുകൂടെ പ്രായമായവർക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദിസ് ദ തേർഡ് സ്റ്റൈൽ. ഇതിനപ്പുറത്തേക്കുള്ള മറ്റൊരു രീതിയിലേക്ക് പോകേണ്ടതില്ല. കൈകുത്തി ചാരിയിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. വെള്ളം തീരെ കുടിക്കരുത്. ചാരിയിരുന്ന് ഉള്ള സമയത്ത് ഒരു ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആവാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചാരിയിരുന്ന് കേക്ക് കഴിച്ചു എന്ന് കാണാൻ കഴിയും. അങ്ങനെ സ്നാക്സ് പോലുള്ള ചെറിയ കാര്യങ്ങളാവാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം ഉള്ള ഒരു മിശ്രിത ഭക്ഷണമാണ് കഴിക്കേണ്ടത്. രാവിലെ ഹെവി ഫുഡ് കഴിക്കണം. ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എന്നല്ല അതിൻ്റെ അർത്ഥം. ഗുഡ് ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് എന്നാണ്. അപ്പോൾ നന്നായി കഴിക്കണം എന്നതിന് ചിലർ വളരെ വലിയ തോതിൽ കഴിക്കണമെന്ന് അർത്ഥം വയ്ക്കുന്നത് അത് അബദ്ധമാണ്. രാവിലത്തെ ഒരു തുടക്കം ബിസ്മി ചൊല്ലി ഒരു നല്ല ഒരു രീതിയിലാകുമ്പോൾ അതൊരു ദിവസം നീണ്ടു നിൽക്കുന്ന ആരോഗ്യം നമുക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൊട്ടികൾ അധികവും ബാർലി കൊണ്ടായിരുന്നു. ബാർലി എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ഒരു പ്രത്യേക ഐറ്റമാണ്. നമ്മുടെ നാട്ടിൽ തൊലിക്കോതമ്പെന്ന് പറയും. അത് പ്രീബയോട്ടിക്കൾ കുടലിൽ സൃഷ്ടിക്കുകയും ദഹനശക്തി ഉണ്ടാക്കുകയും
വൈറസ് സ്തംഭനം പോലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ പപ്പായയും ചക്കയും അതുപോലെയുള്ള ഓരോ സീസണിൽ ലഭിക്കുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്. അതാത് രാജ്യത്ത് അല്ലാഹു തആല നൽകുന്ന ഉൽപ്പന്നങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ശിഫയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്.